എല്ലാവർക്കും നല്ല ഒരു ഓണം ആശംസിക്കുകയാണ്. വളരെ ഏറെ സന്തോഷിക്കുവാനും ആ സന്തോഷത്തിൻ്റെ ഭാഗമായി ആഘോഷിക്കുവാനുമൊക്കെയായി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ ആഘോഷ ദിനങ്ങൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ജനങ്ങളുടെ സാംസ്കാരികപരമായ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, ഇവിടുത്തെ ജനങ്ങളുടെ സാംസ്കാരികപരമായ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒട്ടനവധി മറക്കാനാവാത്ത സംഭാവനകൾ നൽകുവാൻ കഴിഞ്ഞിട്ടുള്ള ദിനമാണ്, അല്ലെങ്കിൽ ദിനങ്ങളാണ് ഈ ഓണക്കാലം. ഓണക്കാലം വന്നെത്തുമ്പോൾ വീട്ടുമുറ്റത്ത് അത്തപ്പൂക്കളവും തീർത്ത് മാവേലി മന്നനെ വരവേൽക്കാൻ ഒരുങ്ങുന്ന കേരളീയൻ്റെ മനസ്സിൽ നിഷ്കളങ്കമായ, ആ കളങ്കമില്ലാത്ത മനുഷ്യ സ്നേഹം നിറഞ്ഞു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ, വൈവിധ്യങ്ങൾ നിറഞ്ഞ ഇന്ത്യയെപ്പോലെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു സവിശേഷത തന്നെയാണ്. ഇന്ത്യ രാജ്യത്തെക്കുറിച്ച് നമുക്കറിയാം. 100,000 മതങ്ങളും അതിലേറെ ദൈവങ്ങളും അവയൊക്കെ പഠിപ്പിച്ചിട്ടുള്ള ഒരുപാട് ദുരാചാരങ്ങളും തന്ത്രാദികളും ഭൂതപ്രേതാദികളും ബലിയും നിവേദ്യവും, അങ്ങനെ അനേകം തരത്തിലുള്ള ശ്വാസം മുട്ടിക്കുന്ന തരത്തിലുള്ള സാമൂഹിക വിലങ്ങുകളും, ഭൂപ്രകൃതിയുടെ കാര്യമെടുത്ത് നോക്കിയാലും കാലാവസ്ഥയുടെ കാര്യമെടുത്ത് നോക്കിയാലും, അങ്ങനെ ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും ഭാഷയുടെയും സംസ്കാരത്തിൻ്റെയും ഒക്കെ കാര്യമെടുത്ത് നോക്കിയാൽ നമുക്കിടയിൽ വൈവിധ്യങ്ങളുണ്ട്, വ്യത്യസ്തതകളുണ്ട്. ആ വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാണ് നമ്മളെയൊക്കെ വേർതിരിച്ച് നിർത്തുവാൻ ഇടവരുത്തിയിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു യാഥാർത്ഥ്യമാണെങ്കിലും നാനാത്വത്തിൽ ഏകത്വം എന്ന ആശയത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വൈവിധ്യങ്ങൾ ലഘൂകരിക്കുവാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആ നേട്ടങ്ങൾക്ക് പിന്നിൽ ഇതുപോലുള്ള ആഘോഷങ്ങളുടെ, ഇത്തരം ഒത്തുചേരലിൻ്റെ സംഭാവനകൾ നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്തിന് ഇന്ന് അവയവങ്ങളുടെയും സന്ധിബന്ധങ്ങളുടെയും പാരസ്പര്യം പോലെ തന്നെ ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായി മാറിയിരിക്കുകയാണ് ജനസമൂഹങ്ങളുടെ ഇത്തരം ഐക്യം. അപ്പോൾ തീർച്ചയായും ഈ ഓണക്കാലം നമ്മളെയൊക്കെ ഓർമ്മിപ്പിക്കുന്നത്, നമ്മുടെ മനസ്സിനെയൊക്കെ കൂട്ടിയിണക്കുന്നത്, ഒരുമിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, ഏതാശയത്തിന് വേണ്ടിയിട്ടാണ്, ഏത് സംസ്കാരത്തിലേക്ക് നമ്മളെയൊക്കെ കൊണ്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്നതാണ് ഈ ഓണക്കാലം നമ്മൾക്ക് നൽകുന്ന ചിന്ത. അത്തരം ചിന്തകളുമായി നമുക്ക് പോകുവാൻ സാധിക്കണം. തീർച്ചയായും അത്തരം ചിന്തകളിലേക്ക് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അവരവരുടെ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട്, അവരവരുടെ മതത്തിൽ നിന്നുകൊണ്ട് ആരും ഒന്നും മാറ്റിവെച്ചിട്ട് ഒരുമിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ മാറ്റിവെക്കപ്പെടണമെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒന്നിച്ചു ചേരാൻ വേണ്ടി എൻ്റെ ജന്മനാവുള്ള, അല്ലെങ്കിൽ എൻ്റെ പാരമ്പര്യത്തെ, അല്ലെങ്കിൽ എൻ്റെ വിശ്വാസത്തെ, എൻ്റെ രാഷ്ട്രീയത്തെയൊക്കെ മാറ്റി നിർത്തണം ഇത്തരം ഒത്തുചേരലിനെ എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് തെറ്റാണ്. അങ്ങനെ ഒന്നും മാറ്റിവെക്കാതെ എല്ലാം അവനവനിലുള്ളതൊക്കെ തന്നെ അവിടെ തന്നെ നിലനിർത്തിക്കൊണ്ട് തന്നെ ഒരു നല്ലൊരു ഒത്തുചേരലിന് വേണ്ടിയിട്ട് ഹിന്ദുവും മുസൽമാനും സിഖുകാരനും ക്രിസ്ത്യാനിയും ഒക്കെ തന്നെ ഒരുമിച്ച് കൈകോർത്ത് നടക്കുന്ന, ഒരുമിച്ച് പ്രവർത്തിക്കുന്ന, ഒരുമിച്ച് ആഘോഷിക്കുന്ന, ഒരുമിച്ച് ഒരിലയിൽ ഉണ്ണുന്ന ഒരു മനോഹരമായ ആശയത്തിൻ്റെ, ചിന്തകളുടെ ദിനമായി ഈ ഓണത്തെ നാം കാണേണ്ടതായിട്ടുണ്ട്. തീർച്ചയായും അത്തരമൊരു സന്ദേശം മനുഷ്യഹൃദയങ്ങളിൽ, മനുഷ്യ മനസ്സിലേക്ക് എത്തിക്കുവാൻ ഈ ഓണക്കാലത്തിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.